ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഞാനിന്നിവിടെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ തുണിയും കട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിന്നിവിടെ സ്കാലപ്പ് നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വി നെക്കിൽ സ്കാലപ്പാണ് ചെയ്യുന്നത്. നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല, നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. വി നെക്കിലാണ് നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന മാതിരി ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അവിടെ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിനെങ്ങനെയൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ വി നെക്ക് ആയതുകൊണ്ട് തന്നെ സാധാരണ എടുക്കുന്നതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 7 ഇഞ്ചാണ്. 3.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെയൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഇപ്പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്കാലപ്പ് വരച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഈ 1/2 ഇഞ്ചിലാണ് നമ്മളിവിടെ സ്കാലപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്കാലപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുപ്പീൻ്റെ മൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അളവ് 1.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിലാണ് ഞാനിവിടെ സ്കാലപ്പ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്കാലപ്പ് വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുപ്പീൻ്റെ മൂടി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പറിൽ 1/2 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. 1.5 ഇഞ്ച് വീതിയിലും നിങ്ങളൊന്ന് മാർക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് അവിടെ സ്കാലപ്പ് വരയ്ക്കാൻ വേണ്ടി കുപ്പീൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സ്കാലപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഈ ഷേപ്പിൽ വരച്ചെടുക്കുന്നതാണ് സ്കാലപ്പ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുമ്പം ഈ പോയിൻറ്റിൽ നമ്മൾ ഈ വീനക്ക് വരച്ച ഈ പോയിൻറ്റിൽ നിന്ന് കറക്റ്റ് ഈ പോയിൻറ്റിൽ വെച്ചിട്ട് ഒരു പോയിൻറ്റിൽ വെച്ചിട്ട് ചെറിയൊരു ഷേപ്പ് ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനൊരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഷേപ്പ് കൊടുത്തു. അവിടെ നമ്മൾ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നില്ല. അതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടുത്തത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തതും നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വരച്ചു കൊടുത്താൽ മതി. നമ്മൾ 4 സ്കാലപ്പാണ്, ഒരു ഫുൾ 4 സ്കാലപ്പാണ് നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടേക്ക് നമ്മൾ വരച്ചു കൊടുക്കേണ്ട, ഇത്രയും ഭാഗം അങ്ങനെ തന്നെ വിടുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് നമുക്കിത് അതൊന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് ക്യാൻവാസിലൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. വളരെ സാവധാനം നമ്മളിതാ ഇവിടുന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുവരരുത്. ഇവിടുന്ന് നമ്മളെന്താ നേരെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കാലപ്പ് നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന് നിർത്തിക്കുകയാണ്. ഇനി അങ്ങോട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഷേപ്പ് ഇങ്ങനെ കൊണ്ടുവരരുത്. ഇവിടുന്ന് നേരെ മുകളിലേക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളിതാ ബാക്കിയുള്ള ക്യാൻവാസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു തുണീൻ്റെ മുകളിൽ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം തുണി. ഇത് ഈ സൈഡിൽ ഒരു 1/2 ഇഞ്ച് മാത്രം നമ്മളിവിടെ തുണി വിട്ട് കൊടുത്തിട്ട് ബാക്കി തുണി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഈ തുണീനെ നമ്മൾ ഈ ക്യാൻവാസിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊന്നിങ്ങനെ 2 സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്താ ലൈനിങ് തുണി നല്ല തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മളിത് അവിടെ നോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നോട്ട്സ് കറക്റ്റാണ് വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വളരെ സാവധാനത്തിൽ വേണം നമ്മൾ ഈ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ സ്കാലപ്പ് വളരെ സാവധാനത്തിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ കറക്റ്റ് ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സാവധാനം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡായി കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ വളരെ സാവധാനമാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ക്യാൻവാസിൻ്റെ മുകളിൽ കയറി പോവാതെ വളരെ സാവധാനത്തിൽ വളരെ ശ്രദ്ധിച്ച് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കറക്റ്റ് ആ ഷേപ്പിന് തന്നെ വേണം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. വളരെ സാവധാനത്തിൽ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അതിനൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ അത് നല്ല വശത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല. പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസ് നമ്മൾ ഈ ലൈനിങ് തുണിയോട് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല തുണിയിൽ പെടാതെ ലൈനിങ് തുണിയിൽ മാത്രം പെടുന്ന മാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ സ്കാലപ്പ് നെക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. വി നെക്കിൽ സ്കാലപ്പ് ചെയ്യുന്നതാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാലപ്പ് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. ഒന്ന് സാവധാനം ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.